എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ, ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു എങ്ങനെ നമ്മൾ സ്ഥാനം കാണാം. അപ്പോൾ സ്ഥാനം കണ്ടതിന് ശേഷം നമ്മൾ ഇന്ന് കുറ്റിയടിച്ച് എങ്ങനെ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാമെന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാനം കണ്ട ഭാഗത്ത് നമുക്കിന്ന് കുറ്റിയടിക്കണം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള കുറ്റിയടിയുണ്ട്. ഒന്ന് നമ്മുടെ മൂലസ്ഥാനത്ത് നമുക്ക് കുറ്റിയടിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കന്നിമൂല ഭാഗത്ത് നമ്മൾ സ്ഥാനം കണ്ടെടുത്തും കുറ്റിയടിക്കാം. അപ്പോൾ അത് രണ്ടും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ കുറ്റിയടിച്ച് മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ സ്ഥാനം കണ്ട ഭാഗത്താണ് കുറ്റിയടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂലസ്ഥാനത്ത് എങ്ങനെ കുറ്റിയടിക്കാമെന്ന് ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ സ്ഥാനം കണ്ട ഭാഗത്ത് കുറ്റിയടിച്ച് നമ്മൾ ഗ്രഹം സെറ്റ് ഔട്ട് എങ്ങനെ ചെയ്യാമെന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന പ്ലാന് 10 മീറ്റർ 12 മീറ്റർ നീളം വീതിയുള്ള പ്ലാനാണെങ്കിൽ നമ്മൾ ആ ഭൂമിയിൽ എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യാമെന്നതിനെ പറ്റി പറയാം. അപ്പോൾ നമ്മൾ കുറ്റിയടിച്ചതിന് ശേഷം നമ്മൾ കിഴക്കോട്ടും വടക്കോട്ടും നമ്മൾ ഒരു കയറ് വലിച്ച് കെട്ടുക. അപ്പം കയറ് വലിച്ച് കെട്ടിയിട്ടാണ് നമ്മൾ ഇത് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കയറ് വലിച്ച് കെട്ടി നമ്മൾ കുറ്റിയടിച്ചിട്ടതിന് ശേഷം നമ്മൾ 10 മീറ്ററിലേക്ക് 3 മീറ്ററും 12 മീറ്ററിലേക്ക് 4 മീറ്ററും മാറി വേണം നമുക്ക് മാർക്കിംഗ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനായിട്ട് വരുന്ന 5 മീറ്റർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ 3 മീറ്ററും 4 മീറ്ററും മാർക്ക് ചെയ്ത ഒരു ക്രോസ് സെക്ഷൻ ഒരു 90 ഡിഗ്രി നമുക്ക് ക്രമീകരിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ 90 ഡിഗ്രി നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് നമ്മൾ വീണ്ടും നമ്മൾ ക്രമീകരിച്ച് കൊണ്ട് ആ കോണിൽ നമുക്ക് 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ നമ്മൾ 4 മൂല ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ എല്ലാ കോണുകളും ഉത്തമമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീടിൻ്റെ ദിശ അല്ലെങ്കിൽ ദർശനം കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രഹത്തിൻ്റെ ചരിവ്, അതുപോലെ തന്നെ ദർശനമായിട്ടുള്ള ഗ്രഹത്തിൻ്റെ പൊസിഷൻ, റോഡിൻ്റെ പൊസിഷൻ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. കാരണം റോഡൊക്കെ ചരിഞ്ഞാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വെറുതെ പോയി 90 ഡിഗ്രി എടുത്തൊരു ഗ്രഹം പണിയുകയല്ല. അങ്ങനെ പണിയുന്ന ഗ്രഹം നമ്മൾ കോൺ തിരിഞ്ഞ് നിൽക്കുന്ന ഗ്രഹമായിട്ട് കണക്കാക്കും. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 4 മൂലയും സെറ്റ് ഔട്ട് ചെയ്തതിന് ശേഷം കയറെല്ലാം വലിച്ച് കെട്ടി നമ്മൾ റൂമുകൾ തിരിക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. റൂമെല്ലാം തിരിച്ചതിന് ശേഷം പിന്നീട് നമ്മളവിടെ വാനം തോണ്ടിയിട്ടാണ് കല്ലൊക്കെ ഇടുന്നത്. ഇത് വാനം തോണ്ടി കല്ലിടുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലായ രീതിയിൽ എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്തു, എങ്ങനെ നമ്മൾ കുറ്റിയടിച്ചു എന്നതിനെ പറ്റിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെ അതിന് ആ ഭാഗത്ത് കല്ലിടാം എന്നതിനെ പറ്റി, പിന്നെ അതുപോലെ തന്നെ കുറ്റി അടിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പല മതവിഭാഗക്കാർ പല രീതിയിലാണ് കുറ്റിയടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ആചാരാനുഷ്ഠാനത്തിൽ ആ രീതിയിൽ നമ്മൾ കുറ്റിയടിച്ച് മുന്നോട്ട് പോകണം. അതിന് ഉത്തമ സമയമായിട്ട് എടുത്ത് നമ്മൾ കുറ്റിയടിക്കുന്നത് നമുക്ക് ഗ്രഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് കല്ലിടൽ കർമ്മത്തിനെ പറ്റി നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് നിർത്തുന്നു. നമസ്കാരം.